ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ പബ്ലു. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഡ്രീമിൻഡിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ വരുന്ന വിദ്യാർത്ഥികളും പേരൻസും കോമൺ ആയി ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ MBBS പഠിക്കാൻ സാധിക്കുമോ? 2018 മുതൽ സെൻട്രൽ അമേരിക്കയിൽ അഡ്മിഷൻസ് MBBSനായി ചെയ്തു വരുന്നുണ്ട്. ഞങ്ങൾ സെൻട്രൽ അമേരിക്കയിൽ അഡ്മിഷൻ ചെയ്യുന്ന കോളേജിൽ നിന്നും 500-ലധികം വിദ്യാർത്ഥികളാണ് ഗ്രാജുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ 50%-ലധികം കുട്ടികൾ FMG എക്സാം പാസ്സാകുകയും ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായി കയറുകയും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്നതിന്റെ ഒരു മേജർ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആണ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ വേറെ ലാംഗ്വേജസ് ഒന്നും അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടി വരുന്നില്ല. സെൻട്രൽ അമേരിക്കയിൽ പഠിക്കുന്നതിന്റെ മറ്റൊരു മേജർ അഡ്വാൻറ്റേജ് ആണ്, കോഴ്സ് പഠിക്കുമ്പോൾ തന്നെ സെക്കൻഡ് ഇയർ കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്റ്റെപ്പ് 1 USMLEയും കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് 2 USMLE എക്സാമും നിങ്ങൾക്ക് അവിടെ അപ്പിയർ ചെയ്യാവുന്നതാണ്. US കരിക്കുലമാണ് സെൻട്രൽ അമേരിക്കയിൽ ഫോളോ ചെയ്യുന്നത്. അതുപോലെ ധാരാളം കുട്ടികൾ USMLE എക്സാമും അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സെൻട്രൽ അമേരിക്കയിൽ അഡ്മിഷൻ ചെയ്യുന്ന കോളേജുകളിൽ IAAR, ECFMG, FAMR, WDOMS, WHO, NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന കോളേജുകളാണ് നമ്മൾ അഡ്മിഷൻ ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നാളെ US-ലും UK-ലും ഇന്ത്യയിലും മറ്റ് പ്രധാന രാജ്യങ്ങളിലും നിങ്ങൾക്ക് നാളെ വർക്ക് ചെയ്യാനും PG പ്രോഗ്രാംസും അവിടെ ചെയ്യാനായി സാധിക്കും. ടോട്ടൽ ഡ്യൂറേഷൻ 5.5 years ആണ്. കോഴ്സ് എക്സ്പെൻസും മറ്റ് വിവരങ്ങളും മനസ്സിലാക്കാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ അവർ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും.